CPM-നെ കടന്നാക്രമിച്ചുകൊണ്ട് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് ജി ശക്തിധരൻ. വീണ്ടും എന്ന് പറയാനുള്ള കാരണം അദ്ദേഹം നിരന്തരം CPM-ന് എതിരെ ഒളിയമ്പുകളായും അല്ലെങ്കിൽ പ്രത്യക്ഷത്തിലും വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഇപ്പോൾ VS അച്യുതാനന്ദൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പോസ്റ്റാണ് ചർച്ചയാകുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: തോഴിമാരുമായി വേഗം നീരാടിക്കോ, ഇനി സമയം കുറവാണ് പ്രിയേ. CPM-ന്റെ സ്ഥാപകനും പാർട്ടിയിൽ അഴിമതിക്കെതിരെ ധീരമായി പടപൊരുതിയ ഒരേ ഒരു നേതാവുമായി VS അച്യുതാനന്ദനെ മരണശയ്യയിൽ പോലും അപമാനിച്ച വൈതാളികർക്കെതിരെ ജനലക്ഷങ്ങൾ രോക്ഷം കൊണ്ടപ്പോൾ സഹികെട്ടാണ് അന്നത്തെ നേതൃനിരയിലുള്ള ചിലർ അദ്ദേഹത്തോട് കാണിച്ച ക്രൂരതയുടെ ചുരുൾ അഴിക്കപ്പെട്ടത്. ലോകത്തെ എവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അപജയത്തിൽപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം പാർട്ടിയെ അപജയത്തിലേക്ക് നയിച്ചവരുടെ ഭാഗത്തു നിന്ന് ഇത്തരം മനുഷ്യത്വഹീനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പീക്രിപ്പെണ്ണ വയോവൃദ്ധനായ കമ്മ്യൂണിസ്റ്റ് നേതാവിനെതിരെ ഉച്ചഭാഷിണി വെച്ച പാർട്ടിക്കുള്ളിൽ വിളിച്ചു പറയിപ്പിച്ച അഭ്യാസങ്ങളാണല്ലോ ഇപ്പോൾ കത്തുന്നത്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് മാത്രമല്ല, കൂട്ടത്തോടെയും റഷ്യയിൽ ദശലക്ഷക്കണക്കിന് ആളുകളുടെ കൂട്ടക്കൊലകൾ നടന്നിട്ടുണ്ടെന്നാണ് സി അച്യുതമേനോൻ എഴുതിയിട്ടുള്ളത്. എന്നാൽ VS-ഓ ഏതെങ്കിലും CPM നേതാവോ ഈ ഇരുണ്ട ചരിത്രം തുറന്ന് എഴുതിയതായി കണ്ടിട്ടില്ല. പാർട്ടി ജന്മം കൊണ്ട ശേഷം ഏതെങ്കിലും സമ്മേളനത്തിൽ ഇത്തരത്തിൽ ഏതെങ്കിലും നേതാവിനെതിരെ ഒരു പെൺകുട്ടി അധിക്ഷേപം ചൊരിഞ്ഞിട്ടുണ്ടോ? ഇത്തരം അധിക്ഷേപമല്ല, അതുക്കും മേലെയുള്ള അഴിച്ചിട്ട് വേണമെങ്കിലും നൃംശസ്സനെ തൃപ്തിപ്പെടുത്താൻ മടിക്കില്ല. അതാണ് ഇന്നത്തെ അടിമകളുടെ പാർട്ടി. എങ്ങനെയെങ്കിലും മാധ്യമ ശ്രദ്ധ നേടുക, അതുകൊണ്ട് എത്ര ചീഞ്ഞു നാറിയാലും കുഴപ്പമില്ലല്ലോ. നേതാവിൻ്റെ നീന്തൽക്കുളത്തിൽ VIP തോഴികളുടെ കൂടെ നീരാടാൻ അവസരം കിട്ടണമെങ്കിൽ എന്തിനും വഴങ്ങും. ഇതായിരുന്നു സ്വർണ്ണക്കക്കൂസിൽ തൂറിയിരുന്ന ചെഷസ്ക്യൂവും ചെയ്തിരുന്നത്. VIP തോഴികളോടൊപ്പം നീരാടാൻ നീന്തൽക്കുളവും പാർക്കാൻ വർഷങ്ങളായി പഞ്ചനക്ഷത്ര ഹോട്ടലിലെ സൗകര്യങ്ങളും സന്ദർശിക്കാൻ PB നേതാക്കളുമുള്ളപ്പോൾ ആരെക്കുറിച്ചും എന്തും പറയാനുള്ള മനക്കരുത്ത് വഴിപിഴച്ച ഒരു പെണ്ണിനുണ്ടാകും. നിഷ്കളങ്കരായ കമ്മ്യൂണിസ്റ്റുകാർ തെരുവിലെ കൂറ്റൻ ഘോഷയാത്രയും രോഷാഗ്നിയും കാണുമ്പോൾ കരുതും തുടർന്നും ജനങ്ങൾ രംഗത്തിറങ്ങുമെന്ന്. ഇല്ലേയില്ല, നടന്നത് ഒരു ആകസ്മിക വിസ്ഫോടനമായിരുന്നു. VS എന്ന വയോവൃദ്ധനോട് ഭരണയന്ത്രം കാട്ടിയ നിശംസത കണ്ട് സഹികെട്ട് ആത്മരോക്ഷം പ്രകടിപ്പിച്ചതാണ്. ജനക്കൂട്ടം തെരുവിൽ പാടി നടന്ന രോദനം തന്നെ കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് ഇന്നോളം കേട്ടിട്ടില്ലാത്ത ഈരടികളായിരുന്നു. അവർക്കറിയുന്ന ഭാഷയിൽ അവർ നെഞ്ചു പുകയുന്ന സ്വരത്തിൽ ആലപിച്ചു. മുമ്പെങ്കിലും ഇങ്ങനെ ആലപിക്കുന്നവർക്കെതിരെ കാരണഭൂതന്റെ ആക്രോശം ഉച്ചഭാഷണിയിൽ കേൾക്കാമായിരുന്നു. തനിക്ക് വേണ്ടിയുള്ള സ്തുതിയെ അനുവദനീയമുള്ളൂ. അതുകൊണ്ടാണ് ഈ അപജയങ്ങൾക്കെല്ലാം ഇത്രയേറെ പിന്തുണ കിട്ടുന്നത് എന്നറിയാമോ? ഖജനാവിൽ നിന്നുള്ള ടൺ കണക്കിന് പണം കൊടുത്താണ് വാഴ്ത്തുപാട്ട് സംഘത്തെ നിലനിർത്തിയിരിക്കുന്നത്. ഖജനാവിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്ന സൗജന്യങ്ങൾ നിന്നാൽ കട പൂട്ടും. ഇങ്ങനെയാണ് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത്. മാത്രമല്ല, മറ്റൊരു പോസ്റ്റ് കൂടി ഉണ്ട്. അത് ഗോവിന്ദൻ മാഷിനെ കുറിച്ചാണ്. MV ഗോവിന്ദൻ സഖാവെ, ഇത് കുറച്ച് കടുപ്പമാണ്. ഒരു പാർട്ടി സെക്രട്ടറിയുടെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കാത്ത ഒരാൾ ആ പദവിയിൽ കയറിയിരിക്കുന്നത് പാർട്ടിയുടെ അപജയമാണ്. പക്ഷേ തലസ്ഥാനത്തെ പാർട്ടിയിലെ സർവകലാപല്ലവനായ പിരപ്പൻകോട് മുരളി സാറിനെ അപകീർത്തിപ്പെടുത്താൻ നാവെടുത്തുരിയാടാൻ അത് സ്വന്തം നാശത്തിനാണ്. ഒരു കാലത്ത് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി ആയിരുന്ന CH കണാരൻ തിരുവനന്തപുരത്ത് ഒറ്റശേഖരമംഗലത്ത് മുരളി സാറിൻ്റെ വീട് തേടിപ്പിടിച്ച് പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നതാണ്. സുമുഖനായ പിരപ്പൻകോട് മുരളി സാറിനെ അക്കാലത്ത് ഞാൻ കേട്ടിരുന്നത് മുരളി സാറിൻ്റെ അച്ഛൻ വീട്ടുമുറ്റത്ത് ഓലമടഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് CH അവിടെ ചെന്ന് കയറിയതെന്നാണ്. ഇത്രയും കാലം ജീവിച്ചിരുന്നിട്ട് അദ്ദേഹം പാർട്ടിക്ക് ഒരു അപകീർത്തിയും ഉണ്ടാക്കിയില്ല. കണ്ണൂരിലായിരുന്നു ജീവിച്ചിരുന്നെങ്കിൽ കേരളത്തിലെ മാർക്സിസം ഗോർക്കിയായിരുന്നു പിരപ്പൻകോട് മുരളി സാർ. കേരളത്തിലെ സാഹിത്യ നായകരിൽ പ്രമുഖരായവരെല്ലാം ആദരിക്കുന്ന വ്യക്തിത്വമാണത്. ഒരു പാർട്ടി സെക്രട്ടറിക്കും അദ്ദേഹത്തിന് മാനം കാക്കാൻ ഓട്ടക്കാലന പോലും പാർട്ടി ഖജനാവിൽ നിന്ന് എടുക്കേണ്ടി വന്നിട്ടില്ല. എന്നാൽ എല്ലാ പാർട്ടി സെക്രട്ടറിമാരുടെയും കഥ അതല്ല. ഈ വാക്കുകളുടെ അർത്ഥം നന്നായി മനസ്സിലാകുമെന്ന് കരുതുന്നു. എന്നാൽ കണ്ണൂരിൽ നിന്ന് വന്നു കയറിയ പുഴുത്തുപോയ നേതാക്കളോ എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത്. ഞാനിപ്പോൾ ഇരുന്നെഴുതുന്നത് മലയങ്കിടിയിലെ എൻ്റെ ഉൾഗ്രാമത്തിലിരുന്നാണ്. എനിക്ക് പുറത്തേക്ക് നോക്കിയാൽ അടിയന്തരാവസ്ഥയിൽ നായനാരെയും പിരപ്പൻകോട് മുരളി സാറിനെയും മറ്റും ഒളിവിൽ പാർപ്പിച്ചിരുന്ന സഖാവ് കൃഷ്ണൻ നായരുടെ വീട് കാണാം. സ്വന്തമായ ഒരു കക്കൂസ് മുറി പോലും പണിതിട്ടില്ലാത്ത സഖാവ് കൃഷ്ണൻ നായരുടെ സഹധർമ്മിണി ഓരോ നേതാവിനെയും പുറം സ്ഥലത്ത് കൊണ്ടുപോയി കാര്യം സാധിച്ച്
ശൗച്യം ചെയ്ത് പോലീസ് പിടിയിലാകാതെ ഭദ്രമായി സംരക്ഷിച്ച കാലം ഓർത്തുപോവുകയാണ്. ഇന്ന് കോടാനുകോടി സ്വത്തുള്ള പാർട്ടി സെക്രട്ടറിക്ക് ഇന്ന് അതൊന്നും മനസ്സിലാകില്ല. ആരാണ് പിരപ്പൻകോട് മുരളി സാർ എന്ന MV ഗോവിന്ദൻ അറിയില്ല. പുസ്തകം എഴുതി നക്കികളായി കഴിയുന്നവർ കണ്ണൂരിൽ കാണുമായിരിക്കും. പിരപ്പൻകോട് മുരളി സാർ ആ ഗണത്തിൽപ്പെടുന്നയാളല്ല. കഴിഞ്ഞ 2 ദശാബ്ദത്തിൽ ഞാൻ ആകെ അദ്ദേഹത്തെ കണ്ടത് 2 വട്ടമാണ്. പാർട്ടിക്ക് അഭിമതനായ എന്നെ കണ്ടതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ദോഷവും സംഭവിക്കരുത് എന്നതുകൊണ്ടാണത്. നെഞ്ചിലെ നൊമ്പരങ്ങൾ ചിലപ്പോൾ തികിട്ടി വരുമ്പോൾ അദ്ദേഹം മനസ്സ് തുറക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ അതിനൊരിക്കലും മുഖം കൊടുത്തിട്ടില്ല, ഇനിയും കൊടുക്കില്ല. അവസാനം ചുമപ്പ് പതാക പുതയ്ക്കും വരെ പിരപ്പൻകോട് മുരളി സാറിന്റെ ശരീരം എനിക്ക് പവിത്രമായിരിക്കണം. അതേസമയം തിരുവനന്തപുരം ജില്ലയിൽ ഗോവിന്ദന്റെ ആരോപണം ഉണ്ടാക്കുന്ന പ്രത്യാഘാതം ചെറുതായിരിക്കില്ല. ഒരു ആത്മകഥ എഴുതിയതിന്റെ പേരിൽ പിരപ്പൻകോട് മുരളി സാറിനെ പരസ്യമായി അവഹേളിച്ചു കണ്ണൂരിലെ ഏതെങ്കിലും മാഫിയ ഡോൺ ചന്ദ്രഹാസം ഇളക്കിയാൽ അതുക്ക് മേലെയുള്ള തിരിച്ചടിയാകും തിരുവനന്തപുരത്ത് ഉണ്ടാവുക. പിരപ്പൻകോട് മുരളി സാറിന്റെ മുന്നിൽ ഗോവിന്ദൻ ഒന്നുമല്ല, ഒരു കൊടുങ്കാറ്റ് പോലെ അത് വീശും. അത് ഓർമ്മ വേണം. കണ്ണൂരിലെ ഒരു തമ്പ്രാന്റെയും കീഴേ വിടല്ല അനന്തപുരി. ഒരു കമ്മ്യൂണിസ്റ്റ് എപ്പോഴും ഒരു സത്യസന്ധമായിരിക്കണം. പിരപ്പൻകോട് മുരളി സാറിനെ നക്കാപ്പിച്ച ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പണിയാണെന്ന് ആക്ഷേപിച്ച സെക്രട്ടറിയുടെ കരണക്കുറ്റിയെ ഇപ്പോഴും ജനങ്ങൾ വെറുതെ വിടുന്നത് എന്തുകൊണ്ടാകാം? എന്തായാലും 5 ലക്ഷം അംഗങ്ങളെ നിർത്തി പ്രതികാരം ചെയ്യുമെന്ന് ഭയന്നല്ല. ഒന്നുകൂടി ആവർത്തിക്കുന്നു, MV ഗോവിന്ദന്റെ കീശയിൽ കിടക്കുന്നത് കണ്ണൂരിലെ ഊച്ചാളി രാഷ്ട്രീയമാണ്. കെട്ടിയോളും മക്കളും എല്ലാം ഒന്നിനൊന്ന് കേമമാണ്. പക്ഷേ M സ്വരാജ് അങ്ങനെയാണെന്ന് തോന്നുന്നില്ല. തെറ്റുപറ്റിയത് ബോധ്യപ്പെട്ടെങ്കിൽ ആ മഹാമേരുവിന്റെ മുന്നിൽ ഹൃദയം തുറന്ന് പശ്ചാത്തപിക്കാനേ ഉള്ളൂ. നമുക്കിനി എത്ര M സ്വരാജമാറുണ്ട് സഹാബ്, എല്ലാം അവസാനിക്കാൻ പോവുകയാണല്ലോ. അങ്ങനെ 2 രീതിയിൽ 2 ആളുകളെ കുറിച്ചാണ്, പിരപ്പൻകോട് മുരളിയെക്കുറിച്ചും ചിന്തോ ജെറോമിനെ കുറിച്ചുമാണ് ശക്തിധരന്റെ പോസ്റ്റ് വന്നിരിക്കുന്നത്. അതായത് ചിന്തോ ജെറോം ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് VSനെ അധിക്ഷേപിച്ചു എന്ന രീതിയിലുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാവുന്നത്. ഇത് പാർട്ടിക്കിടയിലും ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ ചിന്തോ ജെറോം പറയുന്നു, ഞാൻ അത്തരത്തിലൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, അത്തരത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല, ഇതൊക്കെ വെറും വ്യാഖ്യാനങ്ങൾ മാത്രമാണ്, ആരോപണങ്ങൾ മാത്രമാണെന്നൊക്കെയാണ്. പക്ഷേ നിരവധി കോണുകളിൽ നിന്ന് ചിന്തോ ജെറോമിനെതിരെയുള്ള അധിക്ഷേപങ്ങൾ കനക്കുകയാണ്. ശക്തിധരൻ മാത്രമല്ല, പല സഹാക്കന്മാരും, അതായത് കറകളഞ്ഞ കമ്മ്യൂണിസത്തെ മാത്രം നെഞ്ചിലേറ്റി കമ്മ്യൂണിസം മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന പല സഹാക്കന്മാരുമുണ്ട്. അവരെല്ലാം ഇപ്പോൾ പാർട്ടിക്കെതിരായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചില നീക്കങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് തന്നെ അകറ്റുന്ന രീതിയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ പിണറായി വിജയനേക്കാൾ ജനപ്രിയനായ ഒരു നേതാവാണ് VS അച്യുതാനന്ദൻ. VS അച്യുതാനന്ദന്റെ മരണാന്തര ചടങ്ങിൽ വന്നുകൂടിയ ജനങ്ങൾ, വിലാപയാത്രയിൽ വന്നുകൂടിയ ജനങ്ങളെയൊക്കെ കണ്ട് കാരണഭൂതന്റെ കാലിളകി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനിടയിൽ ശ്രദ്ധ തിരിക്കാനായി പല കാര്യങ്ങളും, മാധ്യമ ശ്രദ്ധ കിട്ടാൻ പലതും ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്കാണ് സഹാക്കൾ മുഴുവൻ മാറിയിരിക്കുന്നത്. ചിന്തോ ജെറോമിനെ കുറിച്ച് കുറച്ച് നാളുകളായി നമ്മൾ വലിയ ചർച്ചകളൊന്നും നടത്തുന്നില്ല. മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കാൻ ചിന്തോ ജെറോം രംഗത്ത് വരുന്നില്ല. പുതിയ ഡോക്ടറേറ്റ് ഒന്നും കോപ്പിയടിച്ച് ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് ചിന്തോ ജെറോം വലിയ സംസാര വിഷയമൊന്നും ആകുന്നില്ല നമുക്കിടയിൽ. ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രനും അങ്ങനെ തന്നെയാണ്. ആ സ്ഥിതി നിലവിലിരിക്കെ ചിന്തോ ജെറോം മാധ്യമ ശ്രദ്ധ നേടാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ചില കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് എന്നുള്ളതാണ് ശക്തിധരൻ പറഞ്ഞു വയ്ക്കുന്നത്. ഇത് തന്നെയാണ് പല സഹാക്കളും അവരുടെ പോസ്റ്റുകളിലൂടെ പറയുന്നില്ല എങ്കിൽ പോലും അവർ കൃത്യമായി വ്യക്തമായി പാർട്ടിയോട് ഇത് പറയുന്നുണ്ട്. ചിന്തോ ജെറോമിന്റെ ചില വാദങ്ങൾ തെറ്റാണ്, പറയുന്നത് ശരിയല്ല, അത്തരം വാക്കുകൾ പറയാനുള്ള അനുവാദം ചിന്തയ്ക്ക് നൽകുകയും ചെയ്യരുതെന്ന്.